പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗം അല്പസമയത്തിനകം. ഇന്ന് 12 മണിക്കാണ് യോഗം ചേരുക. വിജ്ഞാപനത്തിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി വക്കാലത്തിൽ ഒപ്പിട്ടു. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, യോഗം പ്രധാനമായും ഈ CAA വിഷയം തന്നെ ആകില്ലേ ചർച്ച ചെയ്യുക? എന്തൊക്കെ തുടർ നടപടികളിലേക്ക് ലീഗ് കടക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ? വേണു, പ്രധാനമായിട്ടും ഈ ഒരു വിഷയം ഇന്നലെ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി അടിയന്തരമായി ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കാനാകും എന്നത് ആലോചിക്കാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃയോഗം അല്പസമയത്തിനകം പാണക്കാട് ചേരുന്നത്. 12 മണിയോടുകൂടി യോഗം ചേരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാക്കുന്ന വിവരം. അങ്ങനെയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ മുസ്ലിം ലീഗ് സമീപിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നടത്തുന്ന ഒരു കേസ് ഇപ്പോൾ തന്നെ നിലവിൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ ഒരു കേസ് കൂടി പുതുതായിട്ട് ഇപ്പോൾ ഫയൽ ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് CAA വിഷയത്തിൽ മുസ്ലിം ലീഗ് ഹർജി ഫയൽ ചെയ്തു എന്നുള്ളതാണ്. PK കുഞ്ഞാലിക്കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഇടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ തുടർ നടപടികൾ എന്തെല്ലാം സ്വീകരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃയോഗം പാണക്കാട് അല്പസമയത്തിനകം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലത്തിൽ ഈ വിഷയം ആയുധമാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ തുടർ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പൊന്നാനിയിലും മലപ്പുറത്തുമൊക്കെ ഈ വിഷയം സജീവമായി ചർച്ചയാക്കി ഈ വിഷയം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി മുസ്ലിം ലീഗ് ഈ ഒരു അവസരത്തിൽ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കാനും ലീഗ് നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമയുദ്ധം അത് തുടരാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും 12 മണിയോടുകൂടി പാണക്കാട്ടാണ് ഈ യോഗം ചേരുക. ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ തുടർ സമരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ യോഗത്തിൽ നിർണായക തീരുമാനങ്ങളും കൈക്കൊള്ളും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വേണു. ശരി, ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.